ഈ ചോദ്യം ഭിന്നസംഖ്യകളുടെ സങ്കലനവും വ്യവകലനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് ചോദ്യം? 2 1/2 അതിൽ നിന്ന് 1/8 കുറയ്ക്കണം. വീണ്ടും അതിൽ നിന്ന് 1/16 കുറയ്ക്കുമ്പോൾ എത്രയാണ് തരുന്നത്? ഇവിടെയുള്ള ചെറിയൊരു പ്രശ്നം 2.5 അല്ലെങ്കിൽ 2 1/2 എന്നുള്ളത് മിശ്രഭിന്നവും ബാക്കിയുള്ളതൊക്കെ സാധാരണ ഭിന്നവുമാണ്. അപ്പൊ നമുക്ക് പിന്നെ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി മാറ്റാം. ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് ആക്കാം. ഇതിലും വെറും ഭിന്നസംഖ്യ മാത്രമാക്കി നമുക്ക് ഇത് മാറ്റാം. എങ്ങനെ മാറ്റാം? നമുക്കറിയാം 2.5 എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 1 5, 5/2 എന്നതാണ് വിഷമഭിന്നം. ആദ്യം സംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ച് അംശം കൂട്ടണം, അതിനെ അംശമാക്കിയിട്ട് എഴുതണം, ഛേദമാക്കിയിട്ടും എഴുതണം. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5/2 എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള കുഴപ്പമില്ല. ബാക്കി 1/8 കുറയ്ക്കണം 1/16. എന്താ ഇതിന്റെ പ്രശ്നം? എന്താ ഇതില് 2 ഉണ്ട്, 8 ഉണ്ട്, 16. അപ്പൊ അതിന്റെ ഒരു ലസാഗു എടുക്കണം. എങ്ങനെ ലസാഗു എടുക്കുക? നമുക്കറിയാം 2ന്റെ 4 കൊണ്ട് ഗുണിച്ചതാണ് 8. ആ 8നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചതാണ് 16. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 8 16 ആണെങ്കിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ വലിയ സംഖ്യ, ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും അതിന്റെ ലസാഗു. കാരണം 2ന്റെ ഗുണിതമാണ് 8, 2ന്റെ ഗുണിതമാണ് 16, 8ന്റെ ഗുണിതവുമാണ് 16. അപ്പൊ അങ്ങനെ വരുന്ന സംഖ്യകളാണ് നമുക്ക് വളരെ എളുപ്പമാണ്. ഇരട്ടികളെ നോക്കിയാൽ മതി. 2നെ 8 കൊണ്ട് നോക്കിയുമ്പോൾ 16 ആവും, 8നെ 2 കൊണ്ട് നോക്കിയുമ്പോൾ 16 ആവും. അപ്പൊ പിന്നെ അത് ലസാഗു നമ്മളെ രൂപത്തിൽ കാണുന്നു വേണ്ട. നമുക്ക് എന്ത് കിട്ടും? 16നെ നമുക്ക് ഇതിന്റെ ലസാഗുവായിട്ട് എടുക്കാം. 16 ലസാഗുവായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5/2 2 ഇതിന്റെ ഛേദം. ആ ഛേദത്തെ 16 ആക്കണം. അതുകൊണ്ട് 1/8 8നെ 16. 2നെ 16 ആക്കാൻ എത്ര കൊണ്ട് ഉപയോഗിക്കും? 8 കൊണ്ട്. 2 × 8 16. ഈ 2നെ 8 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 16. ഛേദത്തെ ഗുണിച്ചാൽ അംശത്തെയും ഗുണിക്കും. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ 2നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 16 കിട്ടും. അതായത് ഇവിടെ 8 കൊണ്ട് ഗുണിച്ചാൽ മേലെയും ഗുണിക്കും. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 2 8 16 ഓക്കെ ആയി. പിന്നെ ഇവിടെ 5നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 40 എന്ന് കിട്ടും. അപ്പൊ 40. അതായത് ചുരുക്കി പറഞ്ഞാൽ 5/2 പകരം വയ്ക്കാവുന്ന മറ്റൊരു ഭിന്നസംഖ്യയാണ് 40/16. രണ്ടും ഒന്നും. അപ്പൊ അവിടെ ഈ 16 കൊണ്ട് പൊതുവായ ഛേദമാണ്. അതായത് അതിന്റെ ലസാഗുവാണ് നമ്മൾ പറഞ്ഞു. ഇനി 8നെ കൊണ്ട് മുറിച്ചാലാണ് 16 2 കൊണ്ട് മുറിച്ചത്. ഛേദത്തെ 2 കൊണ്ട് മുറിക്കുമ്പോൾ 16 കിട്ടി. 8നെ 2 കൊണ്ട് മുറിക്കുമ്പോൾ 16 കിട്ടി. സ്വാഭാവികമായി എന്ത് വേണം? 1നെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്ത് കിട്ടും? 2/16. അതായത് 1/8ന് സമാനമായ ഭിന്നസംഖ്യ രൂപമാണ് 2/16. ഓക്കെ. പിന്നെ വീണ്ടും 16നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. 16 തന്നെ ഇവിടെ 16. അപ്പോ 16 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 1 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടി? 40 കുറയ്ക്കണം 2 കുറയ്ക്കണം 1/16. 40 2 കുറച്ചപ്പോൾ 38 കിട്ടി. 38 1 കുറച്ചപ്പോൾ 37 കിട്ടി. നമുക്ക് ഉത്തരം എത്രയാണ്? 37/16. 37/16. അത് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. എവിടെയാണ് വെക്കണേ? ബി ആണ് ഉത്തരം. ബി ഓപ്ഷൻ
17/16 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു.